OnePlusന്റെ OnePlus Ace 3V എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Ace 3V എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus Ace 3Vയിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. 23,100 രൂപ പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 2150 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോസസ്സറാണ്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 7 സീരീസിൽ വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്, മികച്ച പ്രോസസ്സർ എന്ന് തന്നെ പറയാം. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റെയിൻ ടച്ച് ടെക്നോളജി എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫോണിലിപ്പം വെള്ളം ആയാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ ടച്ച് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എയറോസ്പേസ് ഗ്രേഡ് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള ColorOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇത് സോണി IMX882ൻ്റെ സെൻസറാണ്. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ തിരക്കുള്ള നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡും അപ്പം വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 23,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും മികച്ചൊരു പ്രോസസ്സറും ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ OnePlus Nord 4 എന്ന പേരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusൻ്റെ Ace 3V എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.